എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ അലവലാതെ വളർന്നു പോകേണ്ട ഒരു ജീവിതമല്ല ഇത് കണ്ടും കേട്ടും വളർന്ന് കൊണ്ട് ഈ സമൂഹത്തിൽ ഒരു അലവലാതെ വളർന്നു പോകേണ്ട ഒരു ജീവിതമല്ല. ഒരു കൊച്ചു കുഞ്ഞാണത്. അതിന് അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയി ജീവിച്ചുള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ അവൾ ഹൃദയത്തിലേക്ക് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ചൈൽഡ് ലൈനിൻ്റെ ഇതിൽ അവരുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് ഹൃദയപ്പൻ അവിടുന്ന് മാറ്റുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമന്നയെന്നും വിളിപ്പേരുള്ള രേണു സുധിയുടെ ഞെട്ടിക്കുന്ന അത്യന്തം മ്ലേച്ഛമായ കണ്ടാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ചില വീഡിയോകൾ പുറത്തു വന്നു എന്നുള്ള വ്യാപകമായ രീതിയിലുള്ള പ്രചരണമാണ് വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടിയുടെ ഇൻസ്റ്റഗ്രാം ലൈവിൽ നടന്ന ചില സംഭവങ്ങൾ. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ചില പ്രേക്ഷകർ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് വന്നതിന് വീഡിയോ ആദ്യമായി കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം തന്റെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിന് വേണ്ടി 2700ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രമുഖ നടിയാണ്. നടി തന്റെ ആരാധകർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ലൈവ് പങ്കുവെക്കുകയാണ്. ചില പാട്ടുകൾ, ചില സോങ്ങുകൾ, താരത്തിന്റെ ചില ഡാൻസ് നമ്പറുകൾ, താരത്തിന്റെ ആ ഒരു ശരീരവടിവൊക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ പൊടുന്നനെ ഒരു കാമപിശാശായി താരം മാറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ താരം തുണി ബഹിഷ്കരിക്കാനുള്ള ഒരു നീക്കങ്ങളാണോ നടത്തുന്നത്? തുണിയിൽ പിടിക്കുന്നു. എന്നാൽ ഒരു സമ്പൂർണ്ണ തുണി ബഹിഷ്കരണം ഇൻസ്റ്റഗ്രാമിൽ സാധ്യമാകില്ല എന്ന് മനസ്സിലാക്കിയ താരം ചില ലീലകൾ കാണിക്കുകയാണ്, ചില ഗോഷ്ഠികൾ. ആരാധകരായി വന്നിരിക്കുന്ന ലൈവിൽ വന്നിരിക്കുന്ന പഹയന്മാരെ ഓലെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താരം ചില ചേഷ്ടകൾ കാണിച്ചു. അത് വലിയ വിവാദത്തിലേക്ക് പോവുകയാണ്. താരം കാണിച്ചത് ലൈംഗിക ചുവയുള്ള ചേഷ്ടകളാണെന്നാണ് താരത്തിന്റെ എതിരാളികൾ പറഞ്ഞത്. അതായത് കണ്ടാലറയ്ക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു ലൈവ് ആയിരുന്നു. കൂടുതൽ രംഗങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റാത്ത രംഗങ്ങളാണ്. ഈ ലൈവുമായി ബന്ധപ്പെട്ട് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം തന്നെ നിർത്തലാക്കണമെന്നുള്ള മുറവിളി ഉയരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചെന്നുള്ള വെളിപ്പെടുത്തലുമായി ഏറ്റവും ഒടുവിൽ താരം തന്നെ എത്തി. എന്താണ് താരത്തിന് പറയാനുള്ളത്? വരട്ടെ. ഹലോ, നമസ്കാരം. രേണുസുധിയാണ്. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല. ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങളെന്ത് ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ? സബിൽ ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മനസ്സിലായോ? പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല തെറിഞ്ഞാൽ നിന്നെ ഞാൻ പറയും, മനസ്സിലായോ? പക്ഷെ നീ കാരണം എനിക്ക് പ്രമോഷൻസ് ഉണ്ട്. നീ അങ്ങനെ തന്നെ കാണിക്കേ കേട്ടോ. എൻ്റെ ചുണ്ട് പൊട്ടിയ കാര്യം പറഞ്ഞത്, ഇങ്ങനെ കടന്ന് കാണിച്ചതല്ല. നീ പറഞ്ഞ ചെറ്റയല്ല ഞാൻ കാണിച്ചത്, ചെറ്റത്തരമല്ല ഞാൻ കാണിച്ചത്, മനസ്സിലായോ? അഥവാ ഇപ്പം അങ്ങനെ കാണിച്ചാൽ തന്നെ നിനക്ക് എന്തുവാടാ അന്ന ഡാഷ് മോനെ. അതായത് നടി വെളിപ്പെടുത്തുന്നത് നടി കാണിച്ച ആ ഒരു ചേഷ്ടകൾ ദുരുദ്ദേശപരമായ ഒരു ചേഷ്ടയല്ല. താരത്തിന്റെ ചുണ്ടുകൾ വിണ്ട് കീറിയിരിക്കുന്നുകൊണ്ട് ആ ചുണ്ട് നനയ്ക്കാൻ വേണ്ടി ലൈവിനിടയിൽ താരം പാടുപെടുന്ന ആ ലക്ഷണങ്ങളാണ് എന്നാണ് താരം വെളിപ്പെടുത്തുന്നത്. അതൊരു ലൈംഗിക ചേഷ്ടയായി തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. ഏറെ ദുഃഖകരമായൊരവസ്ഥ.
എന്നാൽ സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ എതിരാളികൾ വെറുതെ വിടുന്ന മട്ടില്ല. താരത്തിനെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ഒരു പ്രേക്ഷകൻ മിർഷാദ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. ചില വെളിപ്പെടുത്തലുകൾ നടത്തിയാണ്. താരത്തെ ഒതുക്കാൻ അല്ലെങ്കിൽ താരത്തിന്റെ പക്കൽ നിന്നും മൃതപ്പിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ശിശുക്ഷേമ വകുപ്പിലടക്കം പരാതി കൊടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, ഹൈക്കോർട്ടിൽ പോലും പരാതി കൊടുത്ത് താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം പൂട്ടിക്കുമെന്ന് വെല്ലുവിളിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? വരട്ടെ. ആരാണെന്നാണ് ഇവളെ വിചാരം? ഇനി എന്ത് വേണം? ഇവള് ഇങ്ങനെ നടന്ന് കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ളവൻ്റെ വെമ്മക്കളെ കൊണ്ടുവരുന്ന ഇവള് കാണിക്കുമ്പോൾ നമ്മളും കാണിപ്പിക്കണമെന്നാണ്. അതാണോ ഈ തീരുമാനം? പല്ലിയെ പോലെ ബോന്ധെ തള്ളി വെച്ച് അതുങ്ങൾ ഈ കൊട്ടിക്കുരങ്ങൻ്റെ മൂലം കണ്ടിട്ടുണ്ടോ? ചുമന്നിരിക്കും. അതേപോലെയാണ് ഇവിടെ ചുണ്ടിരിക്കുന്നത്. എടി നാറി നിന്നെ ഉണ്ടാക്കിയതാണോ അതെ വലിച്ചൂരി എടുത്തതാണോ? നിനക്ക് നാണമുണ്ടോ? എടി നിന്നെക്കാൾ അന്തസ്സുണ്ട് ഈ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്നവൾക്ക്. ഈ ഇൻസ്റ്റാഗ്രാം നിർത്താൻ വേണ്ടിയിട്ട് നീ ആലോചിച്ചോ? ഏതറ്റം വരെ വേണമെങ്കിലും നമ്മൾ പോകും. നിന്നോട് കൂടിക്കണ അവന്റെ ഫ്രോഡ് ലിസ്റ്റ് അറിയാമോ? 3 പീഡനക്കേസിലെ പ്രതിയാണ്. അവനെയാണ് നീ പിടിച്ച് ഇപ്പൊ വെച്ചേക്കണ. ഈ ഓർമ്മിച്ച ഫോട്ടോഗ്രാഫറായിട്ട് വന്ന് ഒരു പെണ്ണിനെ വഴങ്ങി കൊടുത്തില്ല, ഫോട്ടോ എടുക്കില്ല, അവളെ രക്ഷ കൊടുത്തില്ല, അവൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട് കഴക്കൂട്ടത്ത്. അവനടുത്ത് ചോദിച്ചു നോക്കും എന്നെ അറിയാമോന്ന്. അതുകൊണ്ട് ഏതറ്റം വരെ പോയി നിന്റെ ഇത് പൂട്ടിച്ച് നിന്നെ ജയിലിലടക്കുക, അല്ലെങ്കിൽ നിന്നെ കല്ലെറിഞ്ഞ് വിടണ വിദ്യ ഞാൻ ചെയ്തില്ലെങ്കിൽ നിന്നാന്ന് വിളിച്ചോ. കാരണം നിന്നെ കാരണം ഒരുപാട് പെമ്പിളെ തൊലയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏതറ്റം വരെ വേണമെങ്കിലും അലവലാതെ വളർന്നു പോകേണ്ട ഒരു ജീവിതമല്ല. ഇത് കണ്ടും കേട്ടും വളർന്ന് കൊണ്ട് ഈ സമൂഹത്തിൽ ഒരു അലവലാതെ വളർന്നു പോകേണ്ട ഒരു ജീവിതമല്ല. ഒരു കൊച്ചു കുഞ്ഞാണത്. അതിന് അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയി ജീവിച്ചുള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ അവള് ഹൃദയത്തിലേക്ക് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ചൈൽഡ് ലൈനിൻ്റെ ഇതിൽ അവരുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് ഋതപ്പൻ അവിടുന്ന് മാറ്റുക. കാരണം ഋതപ്പൻ അവിടുന്ന് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതം വളരെ അപകടത്തിലാണ്. അതെ, അദ്ദേഹം പറയുന്നത് എന്ത് വില കൊടുത്തും താരത്തിന്റെ ഈ കോപ്രായം നിരവധി ആളുകളെ ഇതിനോടകം തന്നെ പ്രമുഖ നടി യുവാക്കളെ അടക്കം യുവതികളെ അടക്കം വളർന്നു വരുന്ന പെൺകുട്ടികളെ അടക്കം താരം വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയും രാത്രിയുടെ യാമങ്ങളിൽ ലൈവിൽ വരുമെന്നാണ് വെല്ലുവിളിക്കുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ താരം വരികയാണെങ്കിൽ വരും തലമുറ തന്നെ നശിക്കുന്ന രീതിയിൽ താരത്തിന്റെ ലൈവിൽ നിരവധി ആളുകൾ കൂടി വരുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയേറെ ആയിട്ട് കൂടി താരത്തിന്റെ ലൈവ് കാണാൻ 2100ഓളം ആളുകൾ ഈ ഒരു ലൈവ് കണ്ടുവെന്നാണ് പറയുന്നത്. അതായത് 2100 പഹയമാര്, പ്രവാസികളും നാട്ടിലുമുള്ള കല്ലിന്റെ പണിക്കടക്കം പോകുന്ന പഹയമാര് ഉറക്കമിളച്ച് ആരോഗ്യം പോലും നശിക്കുന്ന രീതിയിൽ തലമുറകൾ വലിയ രീതിയിൽ ബടക്കായി സാമ്പത്തിക നഷ്ടവും ആരോഗ്യ നഷ്ടവും ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ താരത്തിനെതിരെ സംയുക്ത പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന വെളിപ്പെടുത്തലാണ് നടത്തുന്നത്. ഇതിനോടകം തന്നെ താരത്തിൽ നിന്നും മൃതപ്പിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞു. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു നടിക്ക് ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.